ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. നൈൽ നദിക്കരയിലാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഉടലെടുത്തത്. നൈലിന്റെ ദാനം എന്ന് ഈജിപ്തിനെ വിളിച്ചത് ഹിസ്റ്റോറിയൻ ആയിരുന്ന ഹെറോഡോട്ടസ് ആണ്. ചരിത്രത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നതും ഹെറോഡോട്ടസിനെയാണ്. കറുത്ത ഭൂമി എന്നർത്ഥം വരുന്ന കെമറ്റ് എന്നായിരുന്നു ഈജിപ്തിന്റെ പഴയ പേര്. കാരണം നൈലിന്റെ തീരത്ത് ധാരാളമായി കറുത്ത മണ്ണ് കാണപ്പെടുന്നു. ഈജിപ്തിന്റെ വെസ്റ്റേൺ സൈഡിൽ വിശാലമായ സഹാറ മരുഭൂമിയും ഈസ്റ്റേൺ സൈഡിൽ നെമീബിയൻ ഡെസേർട്ട് റീജിയനുമാണുള്ളത്. പ്രാചീന ഈജിപ്തിലെ രാജാക്കന്മാരെ ഫറവോ എന്നാണ് അറിയപ്പെടുന്നത്. ഈജിപ്തിലെ ജനങ്ങൾ ഫറവോയെ ദൈവമായി ആരാധിച്ചിരുന്നു. ബ്രിട്ടീഷ് ആർക്കിയോളജിസ്റ്റായ ഹെവാർഡ് കാർട്ടർ 1922 ഏൻഷ്യൻ ഈജിപ്തിലെ 18ാം വംശത്തിലെ ഫറവോ ആയിരുന്ന തൂത്തൻഖാമന്റെ മമ്മി കണ്ടെത്തി. ലോകത്തിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി വരുന്നത് ഈജിപ്ഷ്യൻ സിവിലൈസേഷനിലാണ്. അവരുടെ പേരാകുന്നു ഹാറ്റ്ഷെപ്സൂട്ട്. ഏൻഷ്യൻ ഈജിപ്തിലെ പ്രധാന ദേവൻ സൂര്യനായിരുന്നു. ഈജിപ്തിലെ ജനങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ പൂശി പൊതിഞ്ഞു സൂക്ഷിച്ചിരുന്ന മൃതദേഹങ്ങളെയാണ് മമ്മികൾ എന്ന് വിളിക്കുന്നത്. ഫറവോമാരുടെ ശവകുടീരങ്ങളെ പിരമിഡുകൾ എന്ന് വിളിക്കുന്നു. ഈജിപ്തിലെ തലസ്ഥാന നഗരമായ കെയ്റോയ്ക്കടുത്തുള്ള ഗിസയിലുള്ളതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പിരമിഡ്. ഈജിപ്തിലെ ഫറവോ ആയിരുന്ന കുഫു നിർമ്മിച്ചതാണ് ഗിസയിലെ പിരമിഡ്. ഈജിപ്തിലെ ഗിസയിലുള്ള ഭീമാകാരമായ ശില്പമാണ് സ്ഫിങ്സ്. സിംഹത്തിന്റെ ഉടലും മനുഷ്യന്റെ തലയുമാണ് ഈ ശില്പത്തിന്. ഈജിപ്തിലെ ജനങ്ങൾ വികസിപ്പിച്ചെടുത്ത എഴുത്തുവിദ്യയാണ് ഹൈറോഗ്ലിഫിക്സ് ലിപി. ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിന്റെ അർത്ഥം വിശുദ്ധമായ എഴുത്ത് എന്നാകുന്നു. പാപ്പിറസ് ചെടിയുടെ ഇലകളിലാണ് ഈജിപ്തുകാർ എഴുതിയിരുന്നത്. ഹൈറോഗ്ലിഫിക്സ് ലിപി ആദ്യമായി വായിച്ചെടുത്ത ഫ്രഞ്ച് സ്കോളറായിരുന്നു 19ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഷംപോലിയോ. നൈൽ നദീമുഖത്ത് കണ്ടെത്തിയ വലിയൊരു റോക്ക്, അതായത് വലിയൊരു ശിലയാകുന്നു റോസറ്റ. ഏൻഷ്യൻ ഈജിപ്തിന്റെ തലസ്ഥാനമാണ് മെംഫിസ്. ഈജിപ്ത് കൈയടക്കിയ ആദ്യത്തെ വിദേശികളാണ് ഹിക്സോക്സ് എന്ന നാടോടി വർഗം. ഇവർ ലോവർ ഈജിപ്താണ് ഭരിച്ചത്. അപ്പർ ഈജിപ്ത് ഭരിച്ചത് ഫറവോമാരായിരുന്നു. അതിനു മുമ്പ് അപ്പർ ഈജിപ്തും ലോവർ ഈജിപ്തും ഒരുമിച്ചായിരുന്നു. മെനസ് എന്ന ചക്രവർത്തിയായിരുന്നു അപ്പർ ഈജിപ്തിനെയും ലോവർ ഈജിപ്തിനെയും ഏകീകരിച്ചത്. 18ാം രാജവംശത്തിലെ അഹേമാസ് ഒന്നാമനാണ് ലോവർ ഈജിപ്ത് കൈയടക്കി ഭരിച്ച ഹിക്സോക്സ് എന്ന നാടോടി വർഗത്തെ പുറത്താക്കിയത്. 18ാം രാജവംശ സമയത്ത് ഈജിപ്തിന്റെ ക്യാപിറ്റൽ തീബ്സ് ആയിരുന്നു. റമീസസ് എന്ന ഫറവോ ഈജിപ്ഷ്യൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. BCE 3100 തുടങ്ങിയ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ BCE 30 അവസാനിച്ചു. റോമാ സാമ്രാജ്യമാണ് ഈജിപ്തിനെ കൈയടക്കിയത്. BC 30 റോമാ സാമ്രാജ്യം ഈജിപ്തിനെ കീഴടക്കിയതോടെ ഈജിപ്ത് സിവിലൈസേഷൻ നാമാവശേഷമായി. ക്ലിയോപാട്ര 7 കീഴടങ്ങുകയും ചെയ്തത് ഈ BCE 30 കൂടിയിട്ടാണ്. സൂര്യഘടികാരം, ജലഘടികാരം, സൗര കലണ്ടർ, ഗണിതശാസ്ത്രത്തിൽ വലിയ സംഭാവനകൾ ഇവയെല്ലാം ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ നൽകിയിരുന്നു. ഒരു വർഷത്തെ 365 ദിവസങ്ങളാക്കി കണക്കാക്കിയിരുന്നു. 30 ദിവസങ്ങളുള്ള 12 മാസങ്ങളാക്കി ഒരു വർഷത്തെ അവർ വിഭജിച്ചു. ബാക്കി വന്ന 5 ദിവസങ്ങൾ അവർ ആഘോഷങ്ങൾക്കായി മാറ്റിവെക്കുകയും ചെയ്തു. ഈജിപ്തിൽ സുലഭമായി കിട്ടുന്ന കല്ലുകളാണ് സൂര്യകാന്ത കല്ലുകൾ, അതായത് സൺസ്റ്റോൺ ക്രിസ്റ്റൽ.